നമസ്കാരം, ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം. ഉച്ചഭാഷിണി നിരോധനം, തുറന്നയിടങ്ങളിൽ ഇറച്ചി വിൽപ്പന നിയന്ത്രണം തുടങ്ങിയവയിൽ തീരുമാനങ്ങളെടുത്ത് മധ്യപ്രദേശിൽ പുതിയ സർക്കാരിന്റെ ആദ്യ യോഗം. ഡിസംബർ 13-ന് പുതിയ മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കടുത്ത RSS പശ്ചാത്തലമുള്ളയാളാണ് ഉജ്ജയിൻ സൗത്തിൽ നിന്ന് ജയിച്ച മോഹൻ യാദവ്. മതകേന്ദ്രങ്ങളിലും പൊതുയിടങ്ങളിലും അനുവദനീയമായ പരിധിക്കപ്പുറത്തുള്ള ഉച്ചഭാഷിണി ഉപയോഗം നിരോധിക്കാൻ യോഗം തീരുമാനിച്ചു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി സ്വീകരിക്കുകയെന്ന് മുഖ്യമന്ത്രി ആദ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ ജില്ലയിലും ഫ്ലൈയിംഗ് സ്ക്വാഡ് പരിശോധന നടത്തുമെന്നും നിയമലംഘനം കണ്ടാൽ 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും വ്യക്തമാക്കി. 2000-ലെ മധ്യപ്രദേശ് നോയ്സ് ആക്ട്, നോയ്സ് പൊല്യൂഷൻ നിയമത്തിലെ പ്രൊവിഷനുകളും സുപ്രീം കോടതി ഉത്തരവുകളും അനുസരിച്ചാണ് നടപടിയെന്ന് സർക്കാർ ഉത്തരവിൽ അറിയിച്ചു. നിയമം പാലിക്കാതെ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നിടങ്ങളുടെ പട്ടിക തയ്യാറാക്കി നിരീക്ഷിക്കുമെന്നും പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ നിയമവും കേന്ദ്ര വിജ്ഞാപനവും അനുസരിച്ച് തുറന്നയിടങ്ങളിലെയും ലൈസൻസ് ഇല്ലാതെയുമുള്ള ഇറച്ചി, മുട്ട വിൽപ്പനയിൽ നിയന്ത്രണം കൊണ്ടുവരുമെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞു. നിയന്ത്രണം നടപ്പാക്കാൻ പോലീസ്, പ്രാദേശിക ഭരണകൂടങ്ങൾ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവ ചേർന്ന് ക്യാമ്പയിൻ നടത്തുമെന്നും അറിയിച്ചു. UP അതിർത്തിയിൽ കർസേവകർ ക്രൂരതയ്ക്ക് ഇരയായ ഒരു കാലമുണ്ടായിരുന്നുവെന്നും ഇനി രാമക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാ രാമഭക്തരെയും എല്ലാ ജില്ലയിലും സർക്കാർ സ്വാഗതം ചെയ്യുമെന്നും യാദവ് പറഞ്ഞു. കനത്ത വർഗീയ ധ്രുവീകരണ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ മുൻപോട്ട് പോക്ക് എന്നത് വ്യക്തമാക്കുന്ന തീരുമാനമായിരിക്കും ഇത്. ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷിണി നിരോധനമൊക്കെ മുസ്ലിം പള്ളികളെ ലക്ഷ്യം വെച്ചുള്ള നടപടിയാണെന്നത് ചുരുക്കം. കഴിഞ്ഞ ദിവസമാണ് 88-കാരനായ മോഹൻ യാദവ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. ശിവരാജ് സിംഗ് ചൌഹാന് ശേഷം OBC നേതാവായ ഇദ്ദേഹത്തിന് അവസരം ലഭിക്കുകയായിരുന്നു. ജഗദീഷ് ദേവ്ഡ, രജീന്ദ്ര ശുക്ല എന്നിവർ ഉപമുഖ്യമന്ത്രിമാരാണ്. ഉത്തരേന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലും BJP മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ്. ഓരോ സംസ്ഥാനത്തെയും സാമുദായിക പ്രാതിനിധ്യം കണക്കിലെടുത്താണ് ഉപമുഖ്യമന്ത്രിമാരെയും ഉൾപ്പെടുത്തി ബാലൻസിംഗിന് ശ്രമിച്ചത്. മധ്യപ്രദേശിൽ OBC, രാജസ്ഥാനിൽ ബ്രാഹ്മണ, ഛത്തീസ്ഗഡിൽ ആദിവാസി എന്നീ വിഭാഗങ്ങളിൽ നിന്നാണ് BJP മുഖ്യമന്ത്രിമാരെ കണ്ടെത്തിയത്. 60 വയസ്സിന് താഴെയുള്ള വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെയാണ് പരിഗണിച്ചത്. BJP രാജസ്ഥാൻ ഭരിക്കാൻ തുടങ്ങിയ ശേഷം ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. ഗുജൻ, മീണ വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം പോര് നടക്കുന്നതിനാൽ ഇരുവിഭാഗത്തിൽപ്പെട്ടവരെയും ഒഴിവാക്കി. 8% ജനസംഖ്യയുള്ളവരും 30 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ളവരുമായ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നാണ് നേതാവിനെ കണ്ടെത്തിയത്. 10% ജനസംഖ്യയുള്ള രാജ്പുത് വിഭാഗത്തിൽ നിന്നും ദിയാകുമാരിയെയും 17.83% ജനസംഖ്യയുള്ള പട്ടിക വിഭാഗത്തിൽ നിന്നും പ്രേംചന്ദ് ഭൈരവയെയും ഉൾപ്പെടുത്തി. രാജസ്ഥാനിൽ ഇക്കഴിഞ്ഞ 10 വർഷമായി മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും NDA സ്ഥാനാർത്ഥികളാണ് ജയിക്കുന്നത്. ഇത്തവണ റിസ്ക് ഒഴിവാക്കാനാണ് കൃത്യമായ സന്തുലനം. 42% OBC ഉള്ള മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാനെ മാറ്റിയാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കിയത്. ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നും രാജേന്ദ്ര ശുക്ല, പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ജഗദീഷ് ദേവ്ഡ എന്നിവരെ ഉപമുഖ്യമന്ത്രി പദത്തിലും എത്തിച്ചു. 30.62% ജനസംഖ്യയുള്ള പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് BJP ആദ്യമായി മുഖ്യമന്ത്രിയാക്കിയത് വിഷ്ണുദേവ് സായിയാണ്. OBCയിൽ നിന്നും അരുൺ സാവോയെയും ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നും വിജയ് ശർമ്മയെയും ഉപമുഖ്യമന്ത്രിമാരാക്കി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ 1 സീറ്റും ഛത്തീസ്ഗഡിൽ 2 സീറ്റും മാത്രമാണ് BJPയിൽ നിന്നും വഴുതിപ്പോയത്. തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള സീറ്റുകൾ കുറയുമെന്ന് കണക്കാക്കിയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ BJP കൃത്യമായി ശ്രദ്ധിക്കുന്നത്. കന്നി MLA പോലും മുഖ്യമന്ത്രിയാക്കുന്നത് മാസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം ശ്രദ്ധിച്ചാണ്.